ഈ മുസ്ലിം സമുദായത്തിലെ സംഘടനകളുടെയൊക്കെ ഒരു മൂർച്ച അല്പം മയപ്പെടുത്തി ഒരു കാലികമായ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു പൊത്തുപൊരുത്തത്തിലൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതാണ്ട് നല്ലൊരു ശതമാനം മുസ്ലിം സംഘടനകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും 90 അടിച്ച് നിൽക്കുന്നത് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്, വിസ്ഡം ഗ്രൂപ്പിലെ കുറേ പേർക്കാണ്. അവർക്ക് ഈ നിരന്തരമായി ക്ലാസ്സുകളെല്ലാം കൊടുത്ത് അവരല്ലാത്തവരും അവരുടെ സംഘടനയിൽ പെടാത്തവരുമെല്ലാം ഈ ലോകത്ത് നശിക്കാനുണ്ടായവരും ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകാനുണ്ടായവരുമാണ് എന്നുള്ള നിരന്തരമായ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഭാഗമായി അത്തൊരു ചിന്തയിലേക്കാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് AP ഉസ്താദിനൊക്കെ സുന്നി ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മറ്റവർക്ക് വേറെ ഏതാണ്ട് സുന്നി വേറെ ഏതാണ്ട് ഒരു പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, അവർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൂടി സമന്വയിച്ച് വന്നിരിക്കുന്നത് ഇവർക്കാണ്. ഇവർക്കെപ്പോഴും മൂത്ത് തന്നെ നിൽക്കുകയാണ്, അല്പം പോലും മയപ്പെടാതെ അതിൻ്റെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ നിർത്താൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതായി നമുക്ക് തോന്നും. ഇത് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഷുക്കൂർ ആലപ്പുഴ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുന്ന ആശുപത്രിയിൽ കിടക്കുന്ന അടിയുടെ പോസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ സമയത്ത് ജയപരാജയങ്ങളെ തുടർന്ന് തമ്മിലടിക്കുന്ന ഒരു ചിത്രങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് വരാറുള്ളത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാം. KNM കാഞ്ഞിരമറ്റം യൂണിറ്റ് ഭാരവാഹിയും പണ്ഡിതനുമായ മുജീബ് സലഫിക്ക് നേരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരുടെയും അവർ ഏർപ്പെടുത്തിയ ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ നടന്ന വധശ്രമത്തിനും അക്രമത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സംഭവത്തിൽ പങ്കാളികളായ അക്രമികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കുറ്റവാളിക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2012 അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് KNM കമ്മിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന കാഞ്ഞിരമറ്റത്തെ പള്ളിയും മദ്രസയും സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നു. തുടർന്നുണ്ടായ കോടതി നടപടികളിൽ മദ്രസ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും KNM കമ്മിറ്റിക്ക് തിരിച്ചു നൽകണമെന്ന വിധി കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ഈ വിധി നടപ്പിലാക്കുന്നതിനായി മദ്രസയുടെ താക്കോൽ ഏറ്റുവാങ്ങാനെത്തിയ മുജീബ് സലഫിയെയും സഹപ്രവർത്തകരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ മുജീബ് സലഫിക്ക് സാരമായ പരിക്ക് പറ്റുകയും തുടർന്ന് ആദ്യം പ്രാദേശിക ആശുപത്രിയിലും പിന്നീട് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ ശ്വാസതടസ്സം ഉൾപ്പെടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും പോഷക ഘടകങ്ങളും രാജ്യത്തിൻ്റെ ഭരണഘടനയോടും കോടതികളോടും സ്വീകരിക്കുന്ന ഈ സമീപനം പ്രതിഷേധാർഹമാണ്. നിയമവും നീതിയും നിലനിർത്താൻ ഉത്തരവാദികളായ നിയമപാലകർ വിസ്ഡം പ്രവർത്തകർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സുബൈർ പീഡിയക്കൽ, ഷുക്കൂർ സലാഹി ഇവരുടെ പോസ്റ്റാണ്. ആ പോസ്റ്റിലാണ് ഒരാൾ കിടക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ഈ അടിയും കൊണ്ടൊരാളിനെ അവിടെ കൊണ്ടുചെന്നാൽ ഈ ആശുപത്രിക്കാർ വിചാരിക്കുക ഈ പറയുന്നത് പോലെ എന്തോ ഇലക്ഷനെ സംബന്ധിച്ച് പ്രശ്നമുണ്ടായി ഒക്കെ വന്നതാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതറിയുമ്പോൾ അവർ മനസ്സുകൊണ്ട് ഓർക്കും, എടാ ഇക്കാലന്മാർക്ക് ഈ ദിവസവും ഇതിന് നേരമുള്ളോ എന്ന് വിചാരിക്കും. ഇനി വിസ്ഡത്തിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്നറിയാവോ? ദ എബിലിറ്റി ടു മേക്ക് സൗണ്ട് സെൻസിബിൾ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡിസിഷൻസ് ബൈ അപ്ലൈയിങ് അക്യുമുലേറ്റഡ് നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇൻവോൾവ്സ് ഇൻസൈറ്റ്, കോമൺ സെൻസ് and the ability to balance different perspectives to achieve positive outcomes often developed over a long time. ഇത് കേംബ്രിഡ്ജ് ഡിക്ഷണറി പറയുന്ന അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, വളരെ അറിവിൻ്റെ ഭണ്ഡാകാരം തുറന്ന് അതെല്ലാം കൂടി അനുഭവങ്ങളും എല്ലാം ആർജിച്ച് ആഴത്തിൽ വിഷയങ്ങളെ മനസ്സിലാക്കി തീരുമാനമെടുക്കാനും കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങളെ, വ്യത്യസ്തമായ സംഗതികളെ ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണാനും വേണ്ടിയാണ് ഈ സംഗതി ചെയ്യുന്നത് എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ അർത്ഥം നമ്മുടെ ഡിക്ഷണറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ആ ആളുകളാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സുന്നത്ത അടി കിട്ടിയതും സുന്നത്ത, അടി കൊടുത്തതും സുന്നത്ത. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കിതാബുമായിട്ട് ഇതിൻ്റെ പണ്ഡിത വരേണ്യന്മാർ രംഗത്തെത്തി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അടിയും ആ അടിക്ക് പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ള തീർപ്പും അവിടെ ഹൈറും ഷർറും ഒക്കെ എന്താണെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ രംഗത്ത് വരും. ഇനി വേറൊരു പ്രവർത്തകൻ, അദ്ദേഹവും വിസ്ഡംകാരനാണ്,
ഈ വെസ്റ്റേൺകാരനാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെയൊക്കെ കണ്ടാൽ സുന്നത്തൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. മറ്റവർക്കെല്ലാം സുന്നത്തുണ്ട്, പതിഞ്ഞ മീശയും നീണ്ട ദീക്ഷയും ഒക്കെയുള്ള നേരത്തെ പറയുന്ന വിഭാഗത്തിൽ വരുന്ന അദ്ദേഹം ഈ എന്താ പറയുന്നത് ഒരു പോസ്റ്റ് ഇട്ടേക്കുക. ആ പോസ്റ്റ് വേറൊന്നുമല്ല, അതാ മുഖ്യമന്ത്രി നടന്നു വരുന്നു, അതിൻ്റെ കൂടെ നാസർ മദനി ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ രാജീവ് ചന്ദ്രശേഖറുണ്ട്, പിന്നെ SDP ആ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉണ്ട്, പിന്നെ അതുകൂടാതെ വെള്ളാപ്പള്ളി നടേശൻ സാറുണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആരുണ്ട്, കാന്തപുരം AP അബൂബക്കർ ഉസ്താദുണ്ട്. ഇത്രയും ആളുകളെ നിർത്തി അവരെല്ലാം 3G ആയതിൻ്റെ സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള പടം നിർമ്മിച്ചിട്ടതാണ്. ഇത് ഒറിജിനൽ പടമല്ല, വ്യാജ പടമാണ്. ആ വ്യാജ പടത്തിലേക്ക് ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് കലിപ്പുള്ളവരാണ് ഈ ചിത്രത്തിൽ വന്നിരിക്കുന്ന ആളുകൾ. ഇത്രയും ആ കലിപ്പിനകത്ത് ഈ മരിക്കാൻ പിന്നെന്താ പറയുന്നത് അത്യാസന്ന നിലയിൽ കിടക്കുന്ന മദനിയുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ കാന്തപുരം ഉസ്താദുണ്ട്. കാന്തപുരം ഉസ്താദ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. സത്യം പറഞ്ഞാൽ അങ്ങേരെ കൊണ്ടൊക്കെ ഈ സമുദായത്തിനുണ്ടായിട്ടുള്ള ഗുണങ്ങൾ ആഹ്റം അവിടെ ഇരിക്കട്ടെ, അത് ഇവരുടെ കയ്യിലും ഉസ്താദിൻ്റെ കയ്യിലും നമ്മുടെ കയ്യിലും ആരുടെ കയ്യിലും അല്ലല്ലോ. ഈ ദുനിയാവിൽ ആളുകൾ ജീവിക്കുന്നതും ആളുകൾക്കുണ്ടാകുന്ന ഉപകാരവും ആളുകൾക്കുണ്ടാകുന്ന സഹായവും, പിന്നെ അത് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഒരാൾക്ക് പോയി ഒരാളിനെ കാണാനും, അതുപോലെ തന്നെ അവിടുത്തെ അദ്ദേഹം ശുപാർശ ചെയ്യുന്നതനുസരിച്ച് കേരളത്തിലെ ഔദ്യോഗിക മേഖലയിലൊക്കെ എത്രയോ പേർ എവിടെല്ലാം ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം, എത്രയോ പേർക്ക് പദവി കിട്ടിയിട്ടുള്ളത് എനിക്കറിയാം. യവന്മാർക്കൊക്കെ വല്ല ഉപയോഗമുണ്ടോ, വല്ല കാര്യമുണ്ടോ? പോസ്റ്റ്മാൻ വന്നാൽ പോലീസാണെന്നും പറഞ്ഞ് ഇറങ്ങി ഓടുന്ന ഐറ്റങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇവരുടെ എല്ലാം പടം വെച്ച് ആഹ്ലാദിക്കുന്നത്. ഇത് സാമൂഹ്യ പശ്ചാത്തലം. ഇനി ഇതിൻ്റെ ആത്മീയ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ അക്കീത എങ്ങനെയാണെന്നുള്ളത് വിശ്വത്തിൻ്റെ പണ്ഡിത വരേണ്യന്മാർ വന്നിങ്ങനെ നിരത്തി നിർത്തുന്നതിൻ്റെ അക്കീത അത് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഈ അക്കീതയും സംഗതികളൊന്നും അറിവില്ല. മറ്റേത് അറിവാളികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അങ്ങനെ അറിവാളികൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഈ സമുദായം, അറിവാളികളെ കൊണ്ട്.